ഏറ്റവും മധുരമുള്ള വസ്തു എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം തേൻ എന്നായിരിക്കും. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. പലർക്കും പല ടേസ്റ്റാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഐസ്ക്രീമിന് ആയിരിക്കും ഒന്നാം സ്ഥാനം കൊടുക്കുക. പക്ഷെ ഇതിൻ്റെ എല്ലാം അടിയിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ, റൂട്ടിലേക്ക് ചെല്ലുമ്പോൾ തേനായിരിക്കും മധുരത്തിൻ്റെ തറവാട്. ആ തേനാകട്ടെ ഈ പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞു പാവപ്പെട്ട ജീവിയുടെ കഠിനാധ്വാനത്താൽ ഉണ്ടാകുന്നതാണ്. തേനീച്ചയെ പറ്റിയും തേനീച്ചക്കൂടിനെ പറ്റിയുമുള്ള പഠനം സയൻറ്റിഫിക്കാണ്. ഒരു വലിയ പട്ടണം പണിയുന്നതിനേക്കാൾ, അതായത് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങോ ബോംബെ ടൗണോ ഒക്കെ ബിൽഡ് ചെയ്യുന്നതിനേക്കാളും ആർക്കിടെക്ച്വൽ വർക്കാണ് തേനീച്ചക്കൂട്. എത്ര ജ്ഞാനത്തോടെയാണ് ദൈവം ആ കുഞ്ഞു ജീവിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എത്രയോ കഠിനാധ്വാനം, സ്ഥിരോത്സാഹം ഇതുകൊണ്ടാണ് ആ തേനീച്ചക്കൂട് ഉണ്ടാക്കുന്നത്. എത്രയോ ലക്ഷം പൂക്കൾക്കകത്ത് പോയിരുന്ന് പൊടി വലിച്ചെടുത്തുകൊണ്ട് വന്ന് സ്റ്റോർ ചെയ്ത് വെച്ച്, ഫ്രീസ് ചെയ്ത് വെച്ചല്ലേ ഈ തേനുണ്ടാക്കുന്നത്. തേനുണ്ടാക്കുന്നത് മനുഷ്യനല്ലെന്നേ, ഒരു കുഞ്ഞു പ്രാണിയാന്നേ. അത് എത്രയോ കഠിനാധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. ഇതാ അതിനേക്കാൾ മധുരമുള്ളൊരു സാധനം കിട്ടിയിരിക്കുന്നു. ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 19:10. അത് പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കത്തക്കതാണ്. അത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ് വചനം. പക്ഷേ ആർക്ക് എന്നൊരു ചോദ്യമാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. എനിക്ക് പൊതുവെ മധുരം ഇഷ്ടമില്ലാത്ത മനുഷ്യനാ പണ്ടും. വചനത്തിൻ്റെ മാധുര്യം രുചിച്ചവർക്ക് അതില്ലാതിരിക്കാനൊക്കെയില്ല. അതൊരു ലഹരിയാണ്. തേനിന് ലഹരിയുണ്ട്. തേനീച്ചയുടെ കൂടുതൽ കഴിച്ചാൽ മയങ്ങിപ്പോവും. വചനത്തിൻ്റെ രുചി അറിഞ്ഞവരുണ്ടോ? ഉണ്ട്. ഞാൻ ആ കൂട്ടത്തിലൊരുവനാണ്, ഈ എളിയവൻ. അതുകൊണ്ടാണ് വചനം ധ്യാനിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പല പല ഗ്രൂപ്പുകളിലേക്ക് വചനം അയച്ചു കഴിഞ്ഞു. വചനം ധ്യാനിക്കുന്ന പോലെ മാധുര്യമുള്ള, സന്തോഷമുള്ള, ആനന്ദകരമായൊരു നിമിഷം ജീവിതത്തിൽ ഇല്ല. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, പൊന്നിലും തങ്കത്തിലും തേനിലും തേൻകട്ടയിലും പ്രഷ്യസ്. അപ്പം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ്. മനുഷ്യന് ഏറ്റവും വില കൂടിയത് പൊന്നും, രുചി കൂടിയത് തേനും. ഇപ്പോൾ വിലയും രുചിയും ഒരുമിച്ച് ഒത്തുവരുന്ന, വില നിർണയിക്കാൻ പറ്റാത്ത ഐറ്റമാണ് ഈ വചനം. ആകയാൽ ഇതിനെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സ്ഥിരമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ രുചി അവർക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് വരട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.